നമസ്കാരം. പ്രേക്ഷകർക്കേറെ പ്രിയങ്കരിയായ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറാണ് ദിയ കൃഷ്ണ. നടൻ കൃഷ്ണകുമാറിന്റെ മകൾ കൂടിയായ ദിയയുടെ വിശേഷങ്ങളെല്ലാം തന്നെ വളരെ പെട്ടെന്നാണ് വൈറലായി മാറുന്നത്. ദിയയുടെ സഹോദരിമാരും അമ്മയുമെല്ലാം സോഷ്യൽ മീഡിയയിൽ വളരെ സജീവമാണെങ്കിലും ദിയയോട് പ്രേക്ഷകർക്കേറെ ഇഷ്ടമാണ്. എന്തും തുറന്ന് സംസാരിക്കുന്ന ജാടയില്ലാത്ത ദിയയുടെ സ്വഭാവമാണ് ഒരുപാട് ഇഷ്ടമെന്ന് ആരാധകർ പറയാറുമുണ്ട്. ഇപ്പോൾ തന്റെ ഗർഭകാലം ആഘോഷമാക്കുകയാണ് താരപുത്രി. ഇപ്പോഴിതാ കഴിഞ്ഞ ദിവസം ദിയയും അശ്വിനും സമൂഹമാധ്യമങ്ങളിൽ ബേബി മോൺ ചിത്രങ്ങൾ പങ്കുവച്ചത് വലിയ രീതിയിൽ വൈറലായിരുന്നു. മാലിദ്വീപിലാണ് ദിയയുടെ ബേബി മോൺ ഫോട്ടോഷൂട്ട് നടത്തിയത്. അക്കോ ബ്ലൂ ബ്രാലെറ്റും സൈഡ് ഓപ്പൺ നെറ്റ് സ്കേർട്ടുമാണ് ദിയയുടെ ഔട്ട്ഫിറ്റ്. കൂടെ അശ്വിനും എല്ലാത്തിനും ഉണ്ടായിരുന്നു. നിറവയറിൽ കൈവച്ച് മത്സ്യകന്യകയുടെ രൂപത്തിലായിരുന്നു ദിയ ചിത്രങ്ങൾ പോസ്റ്റ് ചെയ്തത്. ധാരാളം പേരാണ് ഇതിന് അഭിനന്ദനവുമായി രംഗത്ത് വന്നത്. കമന്റിൽ സന്തോഷം പങ്കുവച്ച് സെലിബ്രിറ്റികളും എത്തിയിരുന്നു. മനോഹരമെന്നാണ് അപർണ തോമസ് ചിത്രത്തിന് താഴെ അഭിപ്രായം രേഖപ്പെടുത്തിയത്. സഹോദരി ഹൻസികയും കമന്റുമായി രംഗത്ത് വന്നിരുന്നു. ഇൻസ്റ്റാഗ്രാമിൽ കൂടുതൽ പേരും ഈ ചിത്രങ്ങൾ ഏറ്റെടുക്കുകയും നല്ല അഭിപ്രായങ്ങൾ പറയുകയും ചെയ്തെങ്കിലും വിമർശനത്തിനും ഒട്ടും കുറവുണ്ടായിരുന്നില്ല. നേരത്തെ തന്നെ വ്ളോഗുകൾ, മറ്റ് വീഡിയോകൾ എന്നിവയിൽ നിരന്തരം സൈബർ ആക്രമണത്തിന് വിധേയാവുന്ന വ്യക്തിയായിരുന്നു ദിയ കൃഷ്ണ. അതിന് പിന്നാലെയാണ് ഗർഭകാല ചിത്രങ്ങൾ പങ്കുവച്ചതിനും താരത്തിനെതിരെ ചില രൂക്ഷ വിമർശനം നടത്തിയത്. ഫേസ്ബുക്കിലായിരുന്നു കൂടുതലും അധിക്ഷേപ കമന്റുകൾ വന്നത്. കൊച്ചെ, ഇത് ഇത്തിരി ഓവറാക്കേട്ടോ എന്നായിരുന്നു ഒരാളുടെ കമന്റ്. ഇനി പ്രസവം കഴിഞ്ഞിട്ടേ FBയിലേക്ക് കയറുകയുള്ളൂ എന്നാണ് മറ്റൊരാൾ പറയുന്നത്. നിന്റെയൊക്കെ തൊലിക്കെട്ടി, ആ അച്ഛനെ തെറി കേൾപ്പിക്കാൻ ഇങ്ങനെ മക്കളും എന്നാണ് മറ്റൊരാൾ കമന്റ് പറയുന്നത്. അടുത്തിടെ യൂട്യൂബ് ചാനൽ തുടങ്ങാനുള്ള കാരണം എന്താണെന്ന് ദിയ പറഞ്ഞിരുന്നു. ദിയയുടെയും ഭർത്താവ് അശ്വിന്റെയും ഉറ്റ സുഹൃത്ത് അഭിരാം കൃഷ്ണകുമാറിന്റെ യൂട്യൂബ് ചാനലിൽ അതിഥികളായി എത്തിയതായിരുന്നു ഇരുവരും. അഭിരാം ദിയയുടെ പാത പിന്തുടർന്ന് യൂട്യൂബ് വ്ളോഗിലേക്ക് ആരംഭിച്ചു കഴിഞ്ഞു. ആദ്യ വീഡിയോയിൽ അതുകൊണ്ട് തന്നെ ദിയയെയും അശ്വിനെയുമാണ് അഭിരാം സ്പെഷ്യൽ ഗസ്റ്റുകളായി വിളിച്ചത്. താൻ യൂട്യൂബ് ചാനൽ ആരംഭിക്കാൻ കാരണം ചേച്ചി ഹാനയാണെന്നാണ് ദിയ പറഞ്ഞത്. തുടക്കത്തിൽ യൂട്യൂബിൽ നിന്നും വരുമാനം വരുമെന്നതിനെക്കുറിച്ച് അറിവില്ലായിരുന്നുവെന്നും ദിയ പറയുന്നു. എനിക്കൊരു ചാനലുള്ള കാര്യം അറിയുക പോലുമില്ലായിരുന്നു. കൊറോണ കാലത്ത് എപ്പോഴോ ഒരു സമയം അമ്മു ഞങ്ങൾ മാലിദ്വീപിൽ പോയ വീഡിയോ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിരുന്നു. എന്തിനാണ് ഈ മെനക്കെടുന്നത്, അതെടുത്ത് യൂട്യൂബിൽ ഇട്ടിട്ട് എന്ത് കിട്ടാനാണ് എന്നായിരുന്നു അന്നൊക്കെ എന്റെ മനസ്സിൽ. ഒരു മാസം കഴിഞ്ഞപ്പോൾ അമ്മുവിന് പേയ്മെന്റ് കിട്ടിത്തുടങ്ങി. ഞങ്ങളുടെ കുടുംബത്തിലെ എല്ലാവരും സ്റ്റക്കായി പോയ നിമിഷമായിരുന്നു അത്. വീഡിയോ പോസ്റ്റ് ചെയ്തതിന് പൈസ കിട്ടിയോ എന്നായിരുന്നു ആശ്ചര്യം. എനിക്കും ഒരു അക്കൗണ്ട് തുടങ്ങി തരുമോ എന്ന് അമ്മുവിനോട് ചോദിച്ചിരുന്നു. നിനക്ക് ഓൾറെഡി അക്കൗണ്ട് ഉണ്ടല്ലോ എന്നായിരുന്നു അമ്മുവിന്റെ മറുപടി. ഇല്ല, ഞാൻ ഇതുവരെ തുടങ്ങിയിട്ടില്ല. അമ്മ പോയിട്ട് ദിയ കൃഷ്ണ എന്ന് ടൈപ്പ് ചെയ്ത് യൂട്യൂബ് ചാനൽ കാണിച്ചു തരികയായിരുന്നു. മെയിൽ ID ഉള്ള എല്ലാവർക്കും യൂട്യൂബ് അക്കൗണ്ട് ഉണ്ട്. നമ്മളായിട്ട് ബാക്കി ചെയ്യണമെന്ന് മാത്രം. അങ്ങനെയാണ് ഞാൻ വീഡിയോകൾ പോസ്റ്റ് ചെയ്ത് തുടങ്ങിയത്. മീൻകറി വീഡിയോയാണെന്ന് തോന്നുന്നു ആദ്യം അപ്ലോഡ് ചെയ്തത്. നല്ല വ്യൂസ് ഉണ്ടായിരുന്നു. കൊറോണ കാലം ഞങ്ങളുടെ കുടുംബത്തിന് ബ്ലെസ്സിംഗ് ആയിരുന്നു. അങ്ങനെ പറയാമോ എന്ന് എനിക്ക് അറിയില്ല. പക്ഷെ ഞങ്ങൾക്ക് അത് അനുഗ്രഹമായിരുന്നു. എല്ലാവർക്കും നല്ല വരുമാനമായിരുന്നു കിട്ടിയത്. ബേബിയൊക്കെ വന്നിട്ട് വേണം ഒന്നിച്ച് വീഡിയോ ചെയ്യാൻ. ക്യാമറയ്ക്ക് മുന്നിൽ സംസാരിച്ചു തുടങ്ങുമ്പോൾ ആദ്യമൊക്കെ ചമ്മലായിരുന്നു. പുറത്തൊക്കെ പോയി വീഡിയോ എടുക്കുമ്പോൾ നാണം തോന്നുമായിരുന്നു. അശ്വിനും അങ്ങനെയായിരുന്നു. ഇപ്പോൾ പ്രശ്നമില്ല. അശ്വിനും മാറി. വീഡിയോ ചെയ്തു തുടങ്ങുമ്പോൾ ക്യാരക്ടർ ലെവൽ മാറുമെന്നാണ് താൻ യൂട്യൂബ് ചാനൽ തുടങ്ങിയ ശേഷമുള്ള അനുഭവങ്ങൾ പങ്കിട്ട് ദിയ പറഞ്ഞത്. തന്നെ പിന്തുണയ്ക്കുന്ന പോലെ തന്നെ അഭിരാമിനെയും പിന്തുണയ്ക്കണമെന്നും ദിയയും അശ്വിനും വീഡിയോയിൽ ആവശ്യപ്പെട്ടിരുന്നു. കുട്ടികൾ എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ക്രേസ് ആണ്. തമിഴ് സിനിമയിലൊക്കെ കാണുന്നത് പോലെ കല്യാണം കഴിക്കുന്നു, ഗർഭിണിയാകുന്നു, അടുത്ത സീനിൽ കുട്ടിയാകുന്നു. എല്ലാം അതുപോലെ എളുപ്പമായിരിക്കുമെന്നാണ് ഞാൻ കരുതിയിരുന്നത്. പക്ഷെ ഒട്ടും എളുപ്പമായിരുന്നില്ല. ആദ്യത്തെ 3 മാസം ഭയങ്കര പ്രയാസമായിരുന്നു. അപ്പോൾ ഞാൻ ഗർഭിണിയായിട്ടുള്ള എല്ലാവരെയും സ്മരിച്ചു. 3 മാസം ഭയങ്കര മോശമായിരുന്നു. ഹോസ്പിറ്റലിലായി ട്രിപ്പിലാണ് ജീവിച്ചതെന്നും ദിയ പറയുന്നുണ്ട്. എത്ര കുട്ടികൾ വേണം എന്നതിൽ തങ്ങൾക്കിടയിൽ ചർച്ച നടക്കുകയാണെന്നാണ് ദിയ പറയുന്നത്. ഒന്നിൽ നിർത്താനാണ് എന്റെ പ്ലാൻ. എനിക്കിനി വയ്യ. വീട്ടിലെ ബാക്കിയുള്ള പിള്ളേരെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്താൽ പോരെ എന്നാണ് ഞാൻ ചോദിച്ചതെന്നാണ് ദിയ പറയുന്നത്. ആൺകുട്ടിയാണോ പെൺകുട്ടിയാണോ ഇഷ്ടം എന്ന ചോദ്യത്തിനും ദിയ മറുപടി പറയുന്നുണ്ട്. എനിക്ക് പെൺകുട്ടിയെയാണ് ഇഷ്ടം. പെൺകുട്ടിയാണെങ്കിൽ എന്റെ മിനിയേച്ചർ ആക്കി ഡ്രസ്സൊക്കെ ഇടിയിപ്പിക്കാൻ ഭയങ്കര ഇഷ്ടമാണെന്നാണ് ദിയ പറയുന്നത്. അടുത്തിടെ ഒരു വീഡിയോയിൽ അശ്വിൻ പറഞ്ഞ വാക്കുകളും വൈറലായിരുന്നു. ആ ഫ്ളാറ്റിലെ 4 ചുവരിൽ മാത്രമായിരുന്നു ജീവിതം. പുള്ളിക്കാരിക്ക് എന്റെ മണം പറ്റത്തില്ല. ഞാൻ അടുത്ത് വരുന്നത് ഇഷ്ടമല്ല. ഞാൻ എപ്പോഴും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന പെർഫ്യൂം ഇഷ്ടമല്ല. ഞാൻ കെട്ടിപ്പിടിക്കുന്നത് ഇഷ്ടമല്ല. അങ്ങനെ കുറേ മണങ്ങളൊന്നും പറ്റുന്നുണ്ടായിരുന്നില്ല. തുടക്കത്തിൽ ഭക്ഷണമൊന്നും കഴിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. നീ ഒരു കാര്യം ചെയ്യ്, വീട്ടിലേക്ക് പോയിക്കോളൂ. അവിടുത്തെ ഫുഡൊക്കെ ഇഷ്ടമാവും. കരിവാട് ഡെയിലി വേണമെന്ന് പറഞ്ഞു. ഞാൻ എവിടെ പോകാനാണതിന്? അവിടെയാവുമ്പോൾ ആഗ്രഹിക്കുന്നതെല്ലാം എത്തിച്ചു തരാനും ആളുണ്ടല്ലോ എന്നും പറഞ്ഞിരുന്നതായി അശ്വിൻ പറയുന്നു. വെള്ളം കുടിക്കില്ലായിരുന്നു. ആദ്യം ഛർദ്ദിച്ചു വന്നത് പല്ല് തേക്കുമ്പോഴായിരുന്നു. അതോടെ ട്രോമയായി. വഴക്ക് പറഞ്ഞാലൊക്കെയാണ് വെള്ളം കുടിക്കുന്നത്. വെള്ളം കുടിച്ചില്ലെങ്കിൽ നീ ചത്തുപോകുമെന്ന് വരെ പറഞ്ഞിട്ടുണ്ട്. അത് പറഞ്ഞ് ഞങ്ങൾ അടിയായിട്ടുണ്ട്. പിന്നെ വൊമിറ്റിംഗ് ഒക്കെ കുറഞ്ഞു വരികയായിരുന്നു. ഞാൻ പ്രിപ്പയർഡ് ആയിരുന്നില്ല പ്രഗ്നൻസിക്ക്. ഓരോരുത്തർക്കും ഓരോ പോലെയാണ്. എരിവുള്ള സാധനം കഴിക്കുമ്പോൾ നെഞ്ചൊരിച്ചിലും ഗ്യാസും. മോർണിംഗ് സിക്നസ് എന്നല്ല, രാവിലെ മുതൽ രാത്രി വരെ ഉണ്ടായിരുന്നുവെന്ന് ദിയ പറയുമ്പോൾ എനിക്കും ഇതൊക്കെ ഉണ്ടായിരുന്നു എന്നാണ് അമ്മ സിന്ധു കൃഷ്ണ വീഡിയോയിൽ പറഞ്ഞത്. കുട്ടികൾ എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ക്രേസ് ആണ്. തമിഴ് സിനിമയിലൊക്കെ കാണുന്നത് പോലെ കല്യാണം
കഴിക്കുന്നു, ഗർഭിണിയാക്കുന്നു, അടുത്ത സീനിൽ കുട്ടിയാകുന്നു. എല്ലാം അതുപോലെ എളുപ്പമായിരിക്കുമെന്നാണ് ഞാൻ കരുതിയിരുന്നത്. പക്ഷെ ഒട്ടും എളുപ്പമായിരുന്നില്ല. ആദ്യത്തെ 3 മാസം ഭയങ്കര പ്രയാസമായിരുന്നു. ഹോസ്പിറ്റലിലായി, ട്രിപ്പിലാണ് ജീവിച്ചതെന്നും ദിയ പറയുന്നുണ്ട്. എത്ര കുട്ടികൾ വേണമെന്നതിൽ തങ്ങൾക്കിടയിൽ ചർച്ച നടക്കുകയാണെന്നും ദിയ പറയുന്നുണ്ട്. ഒന്നിൽ നിർത്താനാണ് എന്റെ പ്ലാൻ. എനിക്കിനി വയ്യ, വീട്ടിലെ ബാക്കിയുള്ള പിള്ളേരെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്താൽ പോരെ എന്നാണ് ഞാൻ ചോദിച്ചതെന്നാണ് ദിയ പറയുന്നത്. ആൺകുട്ടിയാണോ പെൺകുട്ടിയാണോ ഇഷ്ടം എന്ന ചോദ്യത്തിനും ദിയ മറുപടി പറയുന്നുണ്ട്. എനിക്ക് പെൺകുട്ടിയെയാണ് ഇഷ്ടം. പെൺകുട്ടിയാണെങ്കിൽ എന്റെ മിനിയേച്ചർ ആക്കി ഡ്രസ്സൊക്കെ ഇടിയിപ്പിക്കാൻ ഭയങ്കര ഇഷ്ടമാണെന്നും ദിയ പറയുന്നു.